ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ നത്തിങ് 3ന്റെ ക്യാമറയെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നത്തിങ് 3ന്റെ ക്യാമറ സ്പെസിഫിക്കേഷനെ കുറിച്ചും ആ സ്പെസിഫിക്കേഷൻ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിന് അപ് ടു മാർക്ക് ആണോ എന്ന് നമ്മൾ സംസാരിക്കും. ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന വേറെ ഏതെങ്കിലും ഫോണിന് ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൽ ഇതിനേക്കാൾ നല്ല സ്പെസിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ക്യാമറയുടെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഹൊറിസോണ്ടലി പ്ലേസ്ഡ് ആയിട്ടുള്ള 3 ക്യാമറാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബോബ്ലിംഗ് ഇത്തിരി കുറവാണ്. അതായത് മൊബൈൽ ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി വെച്ച് നമ്മൾ ഇവിടെയും ലെഫ്റ്റും റൈറ്റും പ്രസ് ചെയ്യുകയാണെങ്കിൽ അധികം ഷേക്ക് ആവില്ല. അതേ സമയത്ത് ടോപ്പും ബോട്ടവും പ്രസ് ചെയ്യുമ്പം നല്ല ബോബ്ലിംഗ് ഉണ്ട്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ ആണ്, 24mm ഫോക്കൽ ലെങ്ത് ആണ് ഇനിയുള്ളത്. പിന്നെ ഇതിൽ OIS ഉണ്ട്, അതായത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തിരി കൈ ഷേക്ക് ആവുന്നുണ്ടെങ്കിലും ആ ഷേക്ക് ആ ഫോട്ടോയിൽ റിഫ്ലക്ട് ചെയ്യില്ല. ഈ 2025 നിങ്ങളൊരു മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ മെയിൻ ക്യാമറയിലെങ്കിലും OIS ഉണ്ടോ എന്ന് നോക്കുക. വലിയ കൺസിസ്റ്റൻസി പ്രോബ്ലം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ മൊബൈലിലും ഏകദേശം സെയിം സ്പെക്സ് ആണ് ഉള്ളത്. അടുത്തത് 8 മെഗാ പിക്സലുള്ള അൾട്രാ വൈഡ് ആണ്. പല ഫോണിനും അൾട്രാ വൈഡിന് ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് അതിന് മാക്രോ ഷോട്ട്സും എടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ അങ്ങനെ ഇല്ല. ഇനി കഴിഞ്ഞ വർഷത്തെ നത്തിങ് 2നേക്കാളും ഒരു എക്സ്ട്രാ ക്യാമറ ആഡ് ആയിട്ടുണ്ട് നത്തിങ് 3യിൽ. ആ എക്സ്ട്രാ ക്യാമറ ആണ് ടെലിഫോട്ടോ. ഇത് ഒരു 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂം ചെയ്യാൻ പറ്റുന്നത്. ഈ ഒപ്റ്റിക്കൽ സൂം എന്ന് പറഞ്ഞ പരിപാടി നല്ല സെറ്റപ്പ് സാധനം കേട്ടോ. നല്ല ഫോട്ടോസ് ഇതിൽ നിന്ന് ഒപ്റ്റിക്കൽ സൂം ഇട്ടിട്ട് പോർട്രേറ്റിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ലോസ്ലെസ് 4x സൂം ഉണ്ട്, പിന്നെ 30x അൾട്രാ സൂം ഉണ്ട്. അപ്പം ഇനി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല കോമ്പറ്റീറ്റേഴ്സിനും ഈ പറഞ്ഞ 3 ക്യാമറ സെറ്റപ്പ് അല്ല, അതുകൊണ്ട് അതിൽ ടെലിഫോട്ടോ ഇല്ല, അൾട്രാ വൈഡ് മാത്രമല്ല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഒരു ടെലിഫോട്ടോ കിട്ടിയത് ഇതിനൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു സിംഗിൾ സെൽഫി ക്യാമറയാണ് ഉള്ളത്. 22mm ഫോക്കൽ ലെങ്ത് ഉള്ള 32 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ 1080pയിൽ 30fps 60fps എടുക്കാൻ പറ്റും. 4K ഇല്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ലെൻസസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ക്യാമറ ആപ്പിൽ ഏതൊക്കെ മോഡ്സ് അവൈലബിൾ ആണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, ഇതിന്റെ ബാക്കിൽ ഗ്ലിഫ് ലൈറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കുമ്പോൾ ഒരു സോഫ്റ്റ് ലൈറ്റ് മിമിക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ലൈറ്റ് ഉപയോഗിക്കാം. ക്യാമറ ആപ്പിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് ഈ ഫ്ലാഷ് ലൈറ്റ് വേണ്ടാത്ത ഒരു മൈൽഡ് ലൈറ്റ് വേണ്ട സമയത്ത് നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം. ഇതിൽ മോഷൻ ഫോട്ടോസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ പോലെ അത് കിട്ടും. അതിൽ ഏത് സെക്കൻഡിലത്തെ ഫോട്ടോ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് പോയി കണ്ടേക്ക്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.